നീ പോയപ്പോ ശിവാനിയോടൊന്നും പറയാതെയാണ് പോയത്. അത് ഇവൾക്ക് അറിയാമായിരുന്നല്ലോ. എന്നിട്ട് നിനക്കറിയില്ലെന്നാണല്ലോ ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അതെന്താന്ന് വെച്ചാ, അയ്യോ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഞാനക്കാര്യം നിന്നോട് പറഞ്ഞു എന്നാ വിചാരിച്ചിരുന്നേ. എന്താടാ ഇതൊക്കെ മറക്കാൻ പാടുണ്ടോ? ഇനി നീ എങ്ങോട്ട് പോയാലും ശരി അവളോട് പറഞ്ഞിട്ട് വേണം പോകാൻ. ഈ അടുത്തല്ലേ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത്? രണ്ടുപേരും കൂടി പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വാ. അതൊന്നും വേണ്ട. വേണ്ടച്ചാ, രണ്ടുപേരും കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുത്തിട്ട് വാ. അങ്കിള് അതൊന്നും വേണ്ടെന്നേ. എന്തിനാ വെറുതെ? എന്താ രണ്ടുപേരും വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്കിടയിൽ അങ്ങനെ എന്ത് വഴക്കുണ്ടാവാനാ? ഏയ്, അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി. അല്ല ശിവാനി? അവൻ എപ്പോഴും ഇല്ലാന്നേ പറയുള്ളൂ. ശിവാനി, നീ എങ്കിലും പറ മോളെ. അയ്യോ, അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി. ഞങ്ങൾക്കിടയിൽ വഴക്കൊന്നുമില്ല. അത് മാത്രം മതി ഞങ്ങൾക്ക്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ സ്നേഹം മതി ഒരു 100 വർഷം സുഖമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ. തൃശൂൽ, സൂക്ഷിക്കണം മോനെ. ഇരുപത്തിമൂന്ന് വർഷങ്ങളായി ഞാൻ ഒറ്റയ്ക്കൊരു ദ്വീപിൽ എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഉള്ളിലൊതുക്കി ജീവിച്ചില്ലേ? അതെല്ലാം ഇപ്പോൾ നിനക്ക് തിരികെ തരാനുള്ള സമയമായി. കാലചക്രം ഇപ്പോൾ എന്റെ ഇഷ്ടത്തിന് കറങ്ങാനും തുടങ്ങിയിരിക്കുന്നു. നിന്റെയും എന്റെ ആദിശേഷന്റെയും ഇടയിൽ പ്രശ്നങ്ങളുടെ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാറ്റിപ്പോൾ കൊടുങ്കാറ്റാകും. നിങ്ങളുടെ രണ്ടുപേരുടെയും തുടങ്ങാത്ത ദാമ്പത്യം ഇനി ഒരിക്കലും തുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ശിവാനി, നീ ഇത്രയും കാലം കണ്ട മായാങ്കണ വേറെയായിരുന്നു. ഇനി മുതൽ കാണാൻ പോകുന്ന മായാങ്കണ വേറെയാണ്. ഇന്നു മുതൽ ഞാൻ വെക്കുന്ന ഓരോ ചുവടുകളും നിന്റെ അന്ത്യത്തിനു വേണ്ടി മാത്രമായിരിക്കും. എന്റെയും ആദിശേഷന്റെയും പ്രണയം നശിപ്പിച്ച നിന്റെ ജീവിതം തന്നെ ഞാൻ ഇല്ലാതാക്കി കാണിക്കും. അവനെ പൂർണ്ണമായും ഞാൻ എന്റേത് മാത്രമാക്കി മാറ്റും. ഇതൊരു പോരാട്ടമല്ല, ഇതെന്റെ വൈരാഗ്യവുമല്ല. നാഗിനിമാരുടെ പ്രണയത്തിന്റെ യുദ്ധം. തയ്യാറാകൂ ശിവാനി, തയ്യാറാകൂ. അമ്മ എവിടേക്ക് കൊണ്ടുപോകുന്നേ? മിണ്ടാതെ എന്റെ കൂടെ വന്നാ മതി നിങ്ങള്. അമ്മ, എന്താ പറ്റിയേ? മിണ്ടാതെ വരാൻ പറഞ്ഞത് കേട്ടാ മതി. അമ്മേ, തൃശൂൽ, ശിവാനി, നിങ്ങൾ കള്ളം പറയില്ല എന്നുള്ള വിശ്വാസത്തില് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? എനിക്ക് ഉത്തരം തരണം. ചോദ്യോ? എന്ത് ചോദ്യം അമ്മേ? സത്യമായിട്ടും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ശരിക്കും ആരംഭിച്ചോ? അത് എന്തോ അമ്മ ഇത്? ഞങ്ങൾ രണ്ടുപേരും നിർത്തിയിട്ട് ഈ വക കാര്യങ്ങളാണ് ചോദിക്കുന്നത്? നാണിച്ച് തൊലൊരിഞ്ഞു പോവല്ലോ. തൃശൂൽ, കുട്ടിക്കളി മതിയാക്ക്. എന്റെ മകൻ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇവള് വീട് വിട്ടു പോയപ്പോ നാണിച്ചോണ്ട് എനിക്ക് അവളെ കാണണം എന്ന് പറഞ്ഞവനാണ് നീ. എന്നിട്ടിപ്പോ ഞാൻ ചോദ്യം ചോദിച്ചപ്പോ നിനക്ക് നാണം വരുന്നെന്നോ? അത് അങ്ങനെയല്ല അമ്മേ. അങ്ങനെയല്ല, ഇങ്ങനെയല്ല. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും നീ. ശിവാനി, നീ പറയും മോളെ. ശിവാനി, നീ ഒന്നും വിചാരിക്കണ്ട.
അമ്മ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ തമാശകളൊക്കെ പറയാറുണ്ട്. അത് സാറില്ല, നീ പോയിക്കോ, ബാക്കി ഉത്തരൊക്കെ ഞാൻ കൊടുത്തോളാം. ആരും ഇപ്പൊ ഇവിടുന്ന് പോകുന്നില്ല. അമ്മ, അമ്മയ്ക്ക് എന്താ പറ്റിയ? ഭാര്യ ഭർത്താക്കന്മാരോട് ഈ വക ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നാണിച്ച തൊലി ഇരിഞ്ഞു പോവില്ലേ? അമ്മേ, നിന്നോട് മാത്രം ചോദിച്ചാല് ഇവിടെ കിടന്ന് ഉത്തരം തരാതെ ഉരുണ്ട് കളിക്കുന്നീ. സത്യം പറയടാ. അമ്മ 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 പ്ലീസ് അമ്മ. അമ്മ ഒന്ന് വിടുന്നുണ്ടോ? ശിവാനിയോട് ഒറ്റയ്ക്ക് ഞാൻ ചോദിച്ചാലും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും പെട്ടു. എനിക്ക് ഉത്തരം തന്നേ പറ്റൂ. സ്വാമിജികൾ വീട്ടിൽ വന്നപ്പോ നിങ്ങൾ ദാമ്പത്യം ഇനിയും തുടങ്ങിയില്ലെങ്കിൽ ഈ കുടുംബത്തിന് ദോഷം ഉണ്ടാവും പറഞ്ഞു. അതുകൊണ്ടാ ഞങ്ങൾ എല്ലാവരും നിർബന്ധിച്ച് നിങ്ങളോട് ദാമ്പത്യം തുടങ്ങാൻ പറഞ്ഞത്. ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾ രണ്ടുപേരും കള്ളം പറയുമായിരുന്നല്ലേ? നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഇതുവരെ തുടങ്ങിയിട്ടില്ലല്ലേ? തുടങ്ങി അമ്മേ, തുടങ്ങിയെന്നേ. എന്നിട്ടും നിനക്കെങ്ങനെയാണ് അപകടം ഉണ്ടായത്? നിങ്ങൾ കള്ളം പറയുവാണ്, ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുവാണ്. ഇല്ലമ്മേ, ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല, സത്യം തന്നെയാ. നീ അധികം ഇനി സംസാരിക്കണ്ട. ശിവാനി, നീയെങ്കിലും സത്യം പറയുമോളെ. അമ്മേ, അത് ഞങ്ങളുടെ അമ്മ, ശിവാനോട് ചോദിച്ചാലും ഇതൊക്കെ തന്നെയല്ലേ പറയുള്ളൂ. അതിന്റെ ഉത്തരം എനിക്ക് അവളുടെ വായിന്ന് തന്നെ കിട്ടണം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഈ വെപ്രാളം തന്നെ കണ്ടാ മതിയല്ലോ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഇനിയും തുടങ്ങിയിട്ടില്ലെന്ന് മനസ്സിലാക്കാൻ. ഒന്ന് പറയണ്ടേ ശിവാനി, പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. നമ്മൾ അവനോട് ദാമ്പത്യം തുടങ്ങിയില്ലേ? അമ്മ മനസ്സിലാക്കിയിരിക്കുന്നതൊക്കെ തെറ്റാ. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ശരിക്കും തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കിയത് കള്ളമാണോ അതോ നിങ്ങൾ രണ്ടുപേരും പറയുന്നതാണോ കള്ളം? എനിക്ക് നിങ്ങളെ രണ്ടാളെയും വിശ്വാസമില്ല. ഇപ്പോഴും കുട്ടിക്കളിയാ നിങ്ങൾക്ക്. എന്നമ്മ ഇത് എപ്പോ നോക്കിയാൽ ഈ കുട്ടികളി എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, കാര്യപ്രാപ്തി വന്നു. ആണോടാ? എന്നാ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യ. അത് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഈ തൃശ്ശൂലിനി എന്താണാവോ പറയാൻ പോകുന്നേ? എന്റെ മഹാദേവ, നീ എന്തിനാണ് തെക്ക് വടക്ക് നോക്കുന്നത്? സത്യം ചെയ്യാനല്ലേ പറഞ്ഞത്? നീ ആയിട്ട് ചെയ്യില്ലല്ലേ? ശരി, ഞാൻ തന്നെ ചെയ്യിച്ചോളാം. പറയടാ. പറയൂ തൃശൂൽ, സത്യമല്ലേ നിങ്ങൾ പറഞ്ഞത്? പിന്നെന്തിനാ പേടിക്കുന്നത്? പേടിയൊന്നുമില്ല എന്റെ അമ്മ, ഞാൻ പറഞ്ഞൊക്കെ സത്യം തന്നെയാ. ഞങ്ങൾ തമ്മിലുള്ള ദാമ്പത്യം. അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഈ കാര്യത്തിനൊക്കെ ആരെങ്കിലും സത്യം ചെയ്യാൻ പറയോ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊന്നും ആർക്കും നല്ലതല്ല. സത്യമാണെങ്കിൽ ആർക്കും ഒന്നും സംഭവിക്കില്ല. നീ സത്യം ചെയ്യ് തൃശൂൽ. അമ്മേ, രണ്ടാളും പറഞ്ഞല്ലോ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു. വീണ്ടും വീണ്ടും അത് തന്നെ ചോദിക്കണ്ട. നിനക്ക് മനസ്സിലാവില്ലേ തൃശൂൽ? ശിവാനി, അമ്മ, ഞാൻ പോയിട്ടൊന്ന് സമാധാനിപ്പിച്ചിട്ട് വരാം. അമ്മ വെറുതെ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ അല്ലേ? ഞാൻ നീ പോരാ. ദമയന്തി, ഈ ഇടയായിട്ട് ശിവാനിയെയും തൃശൂലിനെയും നീ ശ്രദ്ധിച്ചിരുന്നോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? നന്ദീശ, അവര് രണ്ടുപേരും നമ്മളിൽ നിന്ന് എന്തോ ഒന്ന് ഒളിക്കുന്നതായിട്ട് തോന്നുന്നില്ലേ നിനക്കും? അമ്മേ,
അമ്മ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെ, അവരുടെ ദാമ്പത്യത്തിന്റെ കാര്യം. എനിക്കെന്തോ അവരുടെ ദാമ്പത്യം ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ലെന്ന ബലമായ സംശയമുണ്ട്. നിനക്കെന്താ തോന്നുന്നേ? ശരിയാ ഇപ്പൊ ഈ പറഞ്ഞത്. എനിക്കും ഇതേ സംശയം ഉണ്ടായിരുന്നു. സംശയം അല്ല അത്, 100% ഗ്യാരണ്ടി. അവരിതുവരെ ഒരുമിച്ചിട്ടേ ഇല്ല. അതെങ്ങനെ നിനക്കറിയാം? തൃശ്ശൂര് കല്യാണം കഴിഞ്ഞ ആദ്യ സമയമൊക്കെ എങ്ങനെയായിരുന്നു അറിയില്ലേ? ശിവാനിയുടെ പുറകെ ഓടി നടക്കുമായിരുന്നില്ലേ? എന്നാ ഇപ്പോഴോ ഞാൻ ഇക്കരെ നീ അക്കരെ എന്ന രീതിയിലല്ലേ കാര്യങ്ങൾ പോകുന്നത്. അത് കല്യാണം കഴിഞ്ഞ സമയത്ത് എന്ന് വെച്ച് ഇപ്പോഴും അങ്ങനെ ഓടി നടക്കാൻ പറ്റുമോ? ശരി, നീ പറഞ്ഞതാണ് സത്യം എന്ന് വിചാരിക്കാം. നമ്മളെ ശിവാനിയോട് തൃശ്ശൂർ എവിടെ പോയിന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? എനിക്കറിയില്ലെന്നാ പറഞ്ഞത്. അല്ല, ഭർത്താവ് എവിടെ പോയിന്നുള്ള കാര്യം ഭാര്യയ്ക്ക് അറിയാതിരിക്കോ? നീ തന്നെ പറ. എല്ലാ കാര്യങ്ങളും നമ്മളോട് എങ്ങനെ അവർക്ക് പറയാൻ പറ്റുന്നത്? അവർക്ക് അവരുടേതായ ഒരു പ്രൈവറ്റ് ലൈഫ് ഉണ്ടാവില്ലേ? ഇപ്പോഴും അവർ രണ്ടുപേരും കൂടി ഒരു മുറിയിൽ തന്നെ താമസിക്കുന്നുണ്ടാ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? ഇല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലായേനെ. നീ ഒന്നും മിണ്ടാതിരുന്നേ, വെറുതെ ഒരു പറയാൻ നിൽക്കണ്ട. ശരി, ഞാൻ വിട്ടുവെച്ചി. ശിവാനി, നീ എന്തിനാ എന്നെ തടഞ്ഞേ? അമ്മയോടെല്ലാം പറഞ്ഞേനെ ഞാൻ. നീ എന്തൊക്കെയാ ചെയ്യുന്നെന്ന് നിനക്ക് വല്ല പിടിയുണ്ടോ? അറിഞ്ഞുകൊണ്ട് എന്നെ എല്ലാം ചെയ്യുന്നേ. ഓ, അതിന്റെ ഭവിഷ്യത്തും നിനക്കറിയാവോ? എന്തൊക്കെയാ സംഭവിക്കാന്ന് വല്ല നിശ്ചയമുണ്ടോ? എന്ത് സംഭവിക്കുന്ന? നമുക്കിടയിൽ ദാമ്പത്യം തുടങ്ങിയില്ലോ എന്നുള്ള കാര്യത്തിലുള്ള സംശയം എന്നേക്കുമായിട്ട് അങ്ങില്ലാതെ അത്രേ ഉള്ളൂ. അത് നിന്റെ തോന്നല് മാത്രം തൃശ്ശൂൽ. ഉള്ള പ്രശ്നങ്ങളൊന്നും പോരാഞ്ഞ് ഓരോന്ന് പറഞ്ഞ് അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. എന്ത് പ്രശ്നം ഉണ്ടാവുന്ന? എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. നിന്റെ അമ്മ ഗർഭിണിയല്ലേ തൃശ്ശൂൽ? അവരുടെ വയറ്റിൽ മറ്റൊരു ജീവൻ കൂടെയുണ്ട്. അങ്ങനെ ഒരു അമ്മയുടെ തലയിൽ കൈവച്ച് കള്ളസത്യം ചെയ്യാൻ പാടില്ല. അത് കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയാലോ എന്ന് കരുതി സത്യം തുറന്നു പറയാൻ പറ്റുമോ? എല്ലാം അറിഞ്ഞു കഴിഞ്ഞ് സംഭവിക്കുന്നതേ വേറെയാ. എത്ര ദിവസമാണെന്ന് വെച്ചാ കള്ളത്തെ ഇങ്ങനെ സത്യമാണെന്ന് പറഞ്ഞു നടക്കുക? ഒരു ദിവസം, 2 ദിവസം? സത്യം എന്താണെന്നുള്ളത് അവരെല്ലാരും മനസ്സിലാക്കുമ്പോ ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ വേദനയായിരിക്കും അതവർക്ക്. അവർ സത്യം എന്താണെന്ന് അറിയുന്നതിന് മുൻപേ എല്ലാം ശരിയാവുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എന്നുവെച്ചാ? നോക്ക് ശിവാനി, സംഭവിച്ചതൊക്കെ സംഭവിച്ചു. നമ്മുടെ ദാമ്പത്യം ഇതുവരെ തുടങ്ങിയിട്ടില്ല. എന്നാൽ പോലും നമ്മൾ ഭാര്യയും ഭർത്താവുമാണ്. നമുക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഈ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം നിൽക്കണം. ബാക്കിയുള്ളവർക്കെല്ലാം നമ്മുടെ ദാമ്പത്യം തുടങ്ങി കഴിഞ്ഞു. അത് അങ്ങനെ തന്നെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ശിവാനി. ആവശ്യമുണ്ടെന്ന് വിചാരിച്ച് സത്യം ഇടാൻ നിൽക്കണോ? അത് കാരണം നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അവര് വെറുതെ വേദനിപ്പിക്കണം. ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല, അതിലെനിക്ക് വിശ്വാസമുണ്ട്. ഇത് വിശ്വാസമല്ല തൃശ്ശൂൽ, അമിത വിശ്വാസ. എല്ലാ കാര്യത്തിലും ഇങ്ങനെ എടുത്തു ചാടുന്നത് നല്ലതല്ല. ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതിന് മുൻപ് ഒരു 100 തവണയെങ്കിലും ആലോചിക്കണം. ശരി, ഞാൻ സമ്മതിക്കാം. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ തന്നെ ശരിയാക്കിക്കോളാം. അമ്മയോട് നമ്മുടെ ദാമ്പത്യം തുടങ്ങിയെന്ന് പറഞ്ഞു. ഇപ്പൊ അത് തുടങ്ങാനുള്ള കാര്യങ്ങളങ്ങ് ചെയ്തേക്കാം. ഓ, എന്താ ചെയ്യാൻ പോന്നെ? നീ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. ശിവാനി, ശിവാനി, ശിവാനി. ഓഹോ, അങ്ങനെയാണോ? ഹൃദയത്തിൻ നിറമായി പ്രണയത്തിൻ ബലമായി പനിനീ ശിവാനി,
ശ്ശേ. ഈ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കുറെ നാളായിട്ട് ഇങ്ങനെ ഒന്നും കാണാറുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അമ്മയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്തുകൊണ്ട് സംഭവിച്ചതായിരിക്കോ? ശ്ശേ, അതായിരിക്കും അമ്മയ്ക്ക് എന്തോ പറ്റുന്നത് പോലുള്ള സ്വപ്നം കണ്ടേ. ശിവാനിയുടെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഒന്നാമതേ ഞാൻ കാണുന്നതെല്ലാം ഫലിക്കാറുണ്ട്. അതേപോലെ ഈ കണ്ട സ്വപ്നം ഫലിക്കുമോ? അമ്മേ, ശിവാനി, ഇല്ല ഇല്ല. ശിവാനി, ഞാൻ നിന്നെ വെറുതെ താലി കെട്ടിയതല്ല. 7 ജന്മവും നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് ശപഥമെടുത്തതിന് ശേഷം താലി കെട്ടിയത്. എപ്പോഴും നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം ശിവാനി. നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ നീ സംഭവിച്ച എനിക്കത് സഹിക്കാൻ പറ്റില്ല ശിവാനി. എന്റെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ നിന്റെ ശ്വാസത്തിലാണ് ശിവാനി. അപ്പൊ നീ ദേഷ്യപ്പെട്ടിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. ഞാനും അതിനെന്തൊക്കെയോ തിരിച്ചും പറഞ്ഞു. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെയുള്ള ദുസ്വപ്നമൊക്കെ കണ്ടത്. സോറി ശിവാനി. ഇനി നിന്നോട് ഒരിക്കലും ഒരു കാരണവശാലും നിന്നോട് ഞാൻ ദേഷ്യപ്പെട്ട് ഒരു വാക്ക് പോലും പറയില്ല ശിവാനി. സോറി. നീ നന്നായിരിക്കണം, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. തൃശൂൽ, നീ എന്നെ എന്ത് ചെയ്യാൻ നോക്കായിരുന്നു? ഞാൻ നിന്നെ എന്ത് ചെയ്യാൻ പോയെന്ന് പറയുന്നു ശിവാനി. നീ എന്തിനാ എന്റെ അടുത്തേക്ക് വന്നിരുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? അത് നോക്ക് തൃശൂൽ, ഇതൊക്കെ കുറച്ച് കൂടുന്നുണ്ട്. എല്ലാ തവണയും ചെറിയ പിള്ളേരോട് പറഞ്ഞു തരുന്നത് പോലെ പറഞ്ഞു തരാൻ പറ്റില്ല എനിക്ക്. എന്തൊക്കെയാ നീ ചെയ്യുന്നെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ശിവാനി, ഞാൻ ഒന്നും ചെയ്യാൻ വേണ്ടി വന്നതല്ല. നമുക്കിടയിൽ പ്രണയമില്ല. പണ്ടത്തെ പോലെയുള്ള സ്നേഹം ഇപ്പൊ ഇല്ലെന്ന് അറിഞ്ഞിട്ടും എന്റെ അടുത്ത് വന്നിരുന്ന നീ എന്ത് ചെയ്യാൻ നോക്കായിരുന്നു? അത് നീ സുഖമായിട്ട് കിടക്കുമായിരുന്നില്ലേ? തൃശ്ശൂൽ, എനിക്ക് നിന്നെ കുറിച്ച് നല്ലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. എടുത്തു ചാടി തെറ്റ് ചെയ്തെങ്കിലും നിന്റെ മനസ്സിൽ ചീത്ത വിചാരങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായി നിന്റെ മനസ്സ് എത്രമാത്രം മോശപ്പെട്ടതാണെന്ന്.